നമുക്കിപ്പോൾ ആനപ്പാറയിലേക്കൊന്ന് പോകണം. വിതുരയിലെ ആനപ്പാറയിലാണ് CPIM BJP പ്രവർത്തകർ ഏറ്റുമുട്ടിയത്. അല്ലമീൻ നമുക്ക് പോകേണ്ട. അല്ലമീൻ, എന്താണ് ആനപ്പാറയിൽ സംഭവിച്ചത്? എന്തിനെ ചൊല്ലിയായിരുന്നു കലഹം? ഒരു അയവ് വന്നു. പോലീസ് എത്തി പ്രവർത്തകരെയൊക്കെ പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. ആനപ്പാറ സ്കൂളിലെ പോളിംഗ് ബൂത്ത് അവിടെയാണ്, അതിന് മുന്നിലാണ് ഈ സംഘർഷമുണ്ടായത്. ഈ 6 മണിയോട് അടുത്തപ്പോൾ പോളിംഗ് സമയം അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് പ്രിസൈഡിംഗ് ഓഫീസർ പുറത്തേക്ക് ഇറങ്ങുകയും ഗേറ്റ് ക്ലോസ് ചെയ്യാമെന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹം പുറത്തിറങ്ങിയ ഗ്യാപ്പിൽ CPM പ്രവർത്തകർ ചില ആളുകളെയുമായിട്ട് വോട്ട് ചെയ്യാനായിട്ട് അകത്തേക്ക് പോകുന്നു. ഇത് അകത്തിരുന്ന പോളിംഗ് ഏജന്റുമാരായ BJP പ്രവർത്തകർ ചോദ്യം ചെയ്യുന്നു. അതായത് പോളിംഗ് സമയം അവസാനിച്ചിരുന്നില്ല, ഏതാണ്ട് അവസാനിച്ചു വരുന്നു, ഗേറ്റ് പൂട്ടാം, ടോക്കൺ കൊടുക്കാം എന്നുള്ള നിലയിലേക്ക് പ്രിസൈഡിംഗ് ഓഫീസർ നിലപാട് സ്വീകരിക്കുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന CPM പ്രവർത്തകർ ചില ആളുകളെയും കൊണ്ട് വോട്ട് ചെയ്യാൻ വരുന്നു. അവർ പോളിംഗ് ഇതിനകത്തേക്ക് കയറുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാക്ക് തർക്കവുമാണ് പിന്നീട് ഈ ആനപ്പാറ സ്കൂളിന് മുന്നിൽ, ഹൈസ്കൂളിന് മുന്നിൽ സംഘർഷത്തിലേക്ക് വഴിമാറിയത്. പ്രവർത്തകർ തമ്മിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ പോലീസ് എത്തി. ആദ്യഘട്ടത്തിലൊന്നും ഒരു സംഘർഷ അന്തരീക്ഷമില്ലായിരുന്നു. പിന്നീട് സംഘർഷ വാർത്ത വന്നതിന് പിന്നാലെ തന്നെ പരിസരത്തൊക്കെ ഉണ്ടായിരുന്ന പോലീസുകാരെ മുഴുവൻ ഇവിടെ എത്തിക്കുകയും പ്രവർത്തകരെ പിന്തിരിപ്പിച്ച് വിടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സംഘർഷാന്തരീക്ഷം ഈ സ്കൂളിന് മുന്നിലില്ല, പോളിംഗ് നടന്ന സ്കൂളിന് മുന്നിലില്ല. പക്ഷേ ആനപ്പാറയിൽ ഒരു പക്ഷേ പ്രവർത്തകർ വീണ്ടും ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയേക്കാം എന്നുള്ള ഒരു സംശയം പോലീസിനുണ്ട്. പ്രവർത്തകരെയൊക്കെ പോലീസ് പിന്തിരിപ്പിച്ച് വിടുകയും അവിടെയൊക്കെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ആനപ്പാറ ഹൈസ്കൂളിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ബന്ദോബസ്ത് തീർത്തിട്ടുണ്ട്. പ്രവർത്തകരെയൊക്കെ പിന്തിരിപ്പിച്ച് വിടുകയും ചെയ്തിട്ടുണ്ട്. ആനപ്പാറ ജംഗ്ഷനിലും സമാനമായ രീതിയിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്, ഒരു തുടർ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കുന്നതിന് വേണ്ടി.